ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സ് എന്താണ് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് ഏത് മുതലാണ്? റെക്കോർഡിങ് മുതലാണ് അല്ലേ. ട്രാൻസാക്ഷൻസ്, ഒരു ബിസിനസ്സിൽ നടക്കുന്ന പണസംബന്ധമായിട്ടുള്ള ഇടപാടുകൾ കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നത് റെക്കോർഡിംഗ് ആണ് അല്ലേ. അങ്ങനെ റെക്കോർഡിംഗ് മുതലാണ് എല്ലാ അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസും എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ എല്ലാ അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സും ആരംഭിക്കുന്നത്. അപ്പോൾ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ഫംഗ്ഷനാണ് അല്ലെങ്കിൽ അടിസ്ഥാന ഫംഗ്ഷനാണ്. അതിനെ ബന്ധപ്പെടുത്തിയിട്ടാണ് ബാക്കി എല്ലാ അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സും നടക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ആണ്. അതായത് നടക്കുന്ന ഇടപാടുകൾ, ഒരു ബിസിനസ്സിൽ നടക്കുന്ന പണസംബന്ധമായിട്ടുള്ള ഇടപാടുകൾ കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നതിനെയാണ് എന്ത് പറയുക? അക്കൗണ്ടിങ് എന്ന് പറയാം. അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന, അതായത് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പുസ്തകമാണ് ഇത് ജേർണൽ എന്ന് പറയാം അല്ലേ. റെക്കോർഡിങ് നടത്താൻ ഉപയോഗിക്കുന്ന പുസ്തകമാണ് ഇത് ജേർണൽ എന്ന് പറയാം. അപ്പോൾ ഒരു അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് നടക്കുന്ന ഇടപാടുകൾ ഈ ജേർണലിൽ രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളതാണ്. നടക്കുന്ന പണസംബന്ധമായിട്ടുള്ള ഇടപാടുകൾ എന്ത് ചെയ്യണം? ഈ ജേർണലിൽ രേഖപ്പെടുത്തി വെക്കണം. അങ്ങനെ ജേർണലിൽ രേഖപ്പെടുത്തി വെക്കുക എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് ട്രാൻസാക്ഷൻസ് അതിൽ എഴുതുകയല്ല ചെയ്യാം. എന്താ ചെയ്യുക? ഈ ജേർണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കുക ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും രൂപത്തിലാണ്. എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് ജേർണലിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക? ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും രൂപത്തിലാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രവർത്തനം ജേർണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ജേർണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിന് നമുക്ക് ആദ്യം ഡെബിറ്റും ക്രെഡിറ്റും എന്താണെന്ന് അറിയണം. ഡെബിറ്റും ക്രെഡിറ്റും എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ പ്രവർത്തനം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റൂ. അത് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ അക്കൗണ്ടിൻ്റെ അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് എന്താണ് ഡെബിറ്റ്, ക്രെഡിറ്റ്. അതായത് നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കണമെങ്കിൽ, ജേർണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? എന്താണ് ഡെബിറ്റ്, ക്രെഡിറ്റ് എന്നറിയണം. അതാണ് നമ്മൾ പറയുന്നത് എന്താണ് ഡെബിറ്റ്, ക്രെഡിറ്റ്. അതേപോലെ തന്നെ എങ്ങനെ നമുക്ക് ഒരു ട്രാൻസാക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും മനസ്സിലാക്കിയെടുക്കാം. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഇത് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കോർഡിംഗ് എളുപ്പമായിരിക്കും. ജേർണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് എളുപ്പമായിരിക്കും. അത് എളുപ്പമായാൽ നമുക്ക് ബാക്കി വരുന്ന അങ്ങോട്ടേക്ക് അക്കൗണ്ടിങ്ങിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ എളുപ്പമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് പറയാം ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. എന്താണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബിസിനസ് ട്രാൻസാക്ഷൻസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്താണ്, അതിൻ്റെ ടൈപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ബിസിനസ് ഇടപാടുകൾ, ബിസിനസ് മറ്റുള്ളവരുമായിട്ട് നടത്തുന്ന ഇടപാടുകളാണ് ഇത് ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ബിസിനസ് പണമോ പണസംബന്ധമായിട്ടോ മറ്റുള്ളവരുമായിട്ട് നടത്തുന്ന ഇടപാടിനെയാണ് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറയാം. അങ്ങനെ നമ്മൾ ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാലും അതിന് രണ്ട് ഭാഗങ്ങളുണ്ടാവും. ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാലും അതിന് രണ്ട് ഭാഗങ്ങളുണ്ടാവും. അതായത് അതാണ് നമ്മളിവിടെ പറയുന്നത് എവരി ബിസിനസ് ട്രാൻസാക്ഷൻ ഹാസ് ടു ആസ്പെക്ട്സ്. ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാലും അതിന് രണ്ട് ഭാഗങ്ങളുണ്ടാവും. എവരി ബിസിനസ് ട്രാൻസാക്ഷൻസ് ഹാസ് ടു ആസ്പെക്ട്സ്. ഓക്കെ, ഒന്ന് റിസീവിങ് ആസ്പെക്റ്റ്, മറ്റൊന്ന് ഗിവിങ് ആസ്പെക്റ്റ്. അതായത് ഏതൊരു ബിസിനസ് ഇടപാട് എടുത്തു കഴിഞ്ഞാലും അതിന് രണ്ട് ഭാഗങ്ങളുണ്ടാവും. ഒന്ന് റിസീവിങ് ആസ്പെക്റ്റും മറ്റൊന്ന് ഗിവിങ് ആസ്പെക്റ്റും. അതായത് ഒന്ന് സ്വീകരിക്കുന്ന ഭാഗവും മറ്റൊന്ന് കൊടുക്കുന്ന ഭാഗവും. ഓക്കെ, ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാലും അതിന് രണ്ട് ഭാഗങ്ങൾ, ഒന്ന് റിസീവിങ് ആസ്പെക്റ്റ് മറ്റൊന്ന് ഗിവിങ് ആസ്പെക്റ്റ്. ഓക്കെ ആണല്ലോ. ഒരു എക്സാമ്പിൾ നമുക്ക് ശ്രദ്ധിക്കാം എങ്ങനെയാണെന്ന്. പർച്ചേസ് ഫർണിച്ചർ ഫോർ ക്യാഷ്. പർച്ചേസ് ഫർണിച്ചർ ഫോർ ക്യാഷ് എന്ന് പറയുന്ന സമയത്ത് ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. അതായത് പർച്ചേസ് ഫർണിച്ചർ ഫോർ ക്യാഷ്, ക്യാഷ് കൊടുത്ത് ഫർണിച്ചർ വാങ്ങുന്നു. ക്യാഷ് കൊടുത്ത് ഫർണിച്ചർ വാങ്ങുക എന്ന് പറയുന്ന സമയത്ത് സ്ഥാപനത്തിലേക്ക് ഫർണിച്ചർ, ബിസിനസ്സിലേക്ക് എന്ത് വരും? ബിസിനസ്സിലേക്ക് ഫർണിച്ചർ വരും അല്ലേ. ബിസിനസ്സിലേക്ക് ഫർണിച്ചർ വരും. എന്ത് ബിസിനസ്സിന് പോവും? അതിന് പകരമായിട്ട് 10,000 രൂപ, അതായത് അതിന് സമാനമായിട്ടുള്ള ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോവും അല്ലേ. അപ്പോൾ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് ഫർണിച്ചർ ബിസിനസ്സിലേക്ക് വരുന്നു, മറ്റൊന്ന് ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോകുന്നു അല്ലേ. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് ഫർണിച്ചർ, മറ്റൊന്ന് ക്യാഷ് അല്ലേ. ഫർണിച്ചർ സ്ഥാപനത്തിലേക്ക് വരികയാണ്, ക്യാഷ് സ്ഥാപനത്തിൽ നിന്ന് പോവുകയാണ്. ഓക്കെ ആണല്ലോ. അതേപോലെ നമ്മൾ ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാലും അതിന് രണ്ട് ഭാഗങ്ങളുണ്ടാവും.
എവരി ബിസിനസ് ട്രാൻസാക്ഷൻ ഹാസ് ടു ആസ്പെക്ട്സ്. ഒന്ന് റിസീവിങ് ആസ്പെക്റ്റും മറ്റൊന്ന് ഗിവിങ് ആസ്പെക്റ്റും. ഇതിൽ റിസീവിങ് ആസ്പെക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡെബിറ്റ് എന്ന് പറയാം. റിസീവിങ് ആസ്പെക്റ്റ് ഈസ് നോൺ ഏസ് ഡെബിറ്റ് ആൻഡ് ഗിവിങ് ആസ്പെക്റ്റ് ഈസ് നോൺ ഏസ് ക്രെഡിറ്റ്. അതിൽ റിസീവിങ് ആസ്പെക്റ്റിനെയാണ് നമ്മൾ ഡെബിറ്റ് എന്ന് പറയുക, ഗിവിങ് ആസ്പെക്റ്റിന് എന്ത് പറയും, ക്രെഡിറ്റ് എന്ന് പറയും. ഓക്കെ ആണല്ലോ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഏതൊരു ബിസിനസ് ഇടപാട്, ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാലും അതിന് രണ്ട് ഭാഗങ്ങളുണ്ടാവും. എവരി ബിസിനസ് ട്രാൻസാക്ഷൻ ഹാസ് ടു ആസ്പെക്ട്സ്. ഒന്ന് റിസീവിങ് ആസ്പെക്റ്റ്, മറ്റൊന്ന് ഗിവിങ് ആസ്പെക്റ്റ്. അതിൽ റിസീവിങ് ആസ്പെക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡെബിറ്റ് എന്ന് പറയുക. റിസീവിങ് ആസ്പെക്റ്റ് ഈസ് നോൺ എസ് ഡെബിറ്റ് ആൻഡ് ഗിവിങ് ആസ്പെക്റ്റ് ഈസ് നോൺ എസ് ക്രെഡിറ്റ്. ഗിവിങ് ആസ്പെക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്രെഡിറ്റ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ. ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ഏതൊരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റണം. ഏത് ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാലും ഇവിടെ നമ്മൾ പറഞ്ഞു പർച്ചേസ് ഫർണിച്ചർ ഫോർ ക്യാഷ് 10,000, 10,000 രൂപയ്ക്ക് ഫർണിച്ചർ വാങ്ങുന്നു. അപ്പോൾ അവിടെ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് ഫർണിച്ചർ വരുന്നു, മറ്റൊന്ന് ക്യാഷ് പോകുന്നു, അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു റിസീവിങ് ആസ്പെക്റ്റ് ഫർണിച്ചർ റിസീവ് ചെയ്യുന്നു, ക്യാഷ് പോകുന്നതാണ്, അല്ലേ? അപ്പോൾ ഇവിടെ ഫർണിച്ചർ എന്ന് പറയുന്നത് ഡെബിറ്റാണ്, ക്യാഷ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആണ്. ക്യാഷ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആണ്. ഓക്കെ, ക്യാഷ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആണ്. ഫർണിച്ചർ ഡെബിറ്റ് ആണ്, ക്യാഷ് ക്രെഡിറ്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ബിസിനസ് ട്രാൻസാക്ഷനിൽ റിസീവിങ് ആസ്പെക്റ്റും രണ്ട് ഭാഗങ്ങളുണ്ട്, റിസീവിങ് ആസ്പെക്റ്റും ഗിവിങ് ആസ്പെക്റ്റും. അതിൽ റിസീവിങ് ആസ്പെക്റ്റിനെയാണ് നമ്മൾ ഡെബിറ്റ് എന്ന് പറയുക, ഗിവിങ് ആസ്പെക്റ്റിനെ ക്രെഡിറ്റ് എന്നും പറയും. ഓക്കെ ആണല്ലോ. ഇവിടെ ഡെബിറ്റിനെ സൂചിപ്പിക്കാൻ നമ്മൾ DR എന്നാണ് ഉപയോഗിക്കുക. ഡെബിറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടി DR എന്നും ഉപയോഗിക്കും. ക്രെഡിറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് CR എന്നാണ് ഉപയോഗിക്കുക. ഓക്കെ, ഡെബിറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടി DR, ക്രെഡിറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് CR. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇനി മനസ്സിലാക്കേണ്ടത് ഏതൊരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ ഡെബിറ്റ് ഭാഗം ഏത്, ക്രെഡിറ്റ് ഭാഗം ഏതെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഈ ഒരു പർച്ചേസ് ഫർണിച്ചർ ഫോർ ക്യാഷ് എന്ന് പറയുന്ന സമയത്ത് അതിൽ ഫർണിച്ചർ ഡെബിറ്റ് ആണ്, കാരണം ഫർണിച്ചർ വരുന്നുണ്ട്, റിസീവിങ് ആസ്പെക്റ്റ് ആണ്, സ്ഥാപനത്തിലേക്ക് വരുന്നതാണ്. ക്യാഷ് പോകുന്നതാണ്, അപ്പോൾ ക്യാഷ് ക്രെഡിറ്റ് ആണ്, ഫർണിച്ചർ ഡെബിറ്റ് ആണ്. അത് നമുക്ക് മനസ്സിലായി. അതേപോലെ ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ ഡെബിറ്റ് ഭാഗം ഏത്, ക്രെഡിറ്റ് ഭാഗം ഏത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ ഫംഗ്ഷൻ റെക്കോർഡിങ് ചെയ്യാൻ പറ്റൂ. ജേർണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഡെബിറ്റും ക്രെഡിറ്റും മനസ്സിലാക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ ചെറിയൊരു റൂളുണ്ട്, അതായത് ചെറിയൊരു നിയമമുണ്ട്. നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും മനസ്സിലാക്കിയെടുക്കാൻ ചെറിയൊരു നിയമമുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ ഡെബിറ്റ് ക്രെഡിറ്റ് ഏതെന്ന് സ്പോട്ടിൽ പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ നിയമം പറയുന്ന സമയത്തും അതേപോലെ തന്നെ അതുമായി ഉദാഹരണമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് പറയുന്ന സമയത്തും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക, റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഡെബിറ്റും ക്രെഡിറ്റിൻ്റെയും റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഓരോന്നും പറയുന്ന സമയത്ത് ശ്രദ്ധിക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, ഡെബിറ്റും ക്രെഡിറ്റിൻ്റെയും റൂള് പറയുന്നുണ്ട്. റൂള് പറയുന്ന സമയത്ത് നമ്മളിവിടെ ഒരു 3 കോളം കാണിച്ചിട്ടുണ്ട്, അല്ലേ? അതിൽ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ അക്കൗണ്ടിങ്ങിൽ പ്രധാനപ്പെട്ട ഐറ്റങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട കുറച്ച് ടേമുകൾ, എല്ലാ ടേമുകളും നമ്മൾ പഠിച്ചതാണ്. അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, എക്സ്പെൻസ്, ഇൻകം, അല്ലേ? നമ്മൾ ഏതൊരു ബിസിനസ് കാണുന്ന ഏതൊരു ട്രാൻസാക്ഷനിലും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടാവും, അല്ലേ? ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെട്ടതായിരിക്കും ഏതൊരു ബിസിനസ് ഇടപാടെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ടേമുകളും അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഡെബിറ്റ് ക്രെഡിറ്റ് നമുക്ക് മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയൊരു നിയമമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഏതൊരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും സ്പോട്ടിൽ പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഒന്നാമത്തത് അസറ്റ്. അസറ്റിൻ്റെ കേസ് നോക്കാം. അതായത് നമുക്ക് തന്നിരിക്കുന്ന ട്രാൻസാക്ഷനിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഇടപാട് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ അസറ്റ് ഉണ്ടോ നോക്കുക ആദ്യം. നമുക്ക് തന്നിരിക്കുന്ന ട്രാൻസാക്ഷനിൽ അസറ്റ് ഉണ്ടോ നോക്കുക ആദ്യം. ഓക്കെ, അങ്ങനെയുള്ള അസറ്റ് ഉണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് പ്രകാരം അസറ്റ് കൂടുകയാണോ കുറയുകയാണോ എന്ന് നോക്കുക. തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് പ്രകാരം അസറ്റ് കൂടുകയാണോ കുറയുകയാണോ എന്ന് നോക്കുക. അസറ്റ് കൂടുകയാണെങ്കിൽ, അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, അസറ്റ് കൂടുകയാണെങ്കിൽ അത് ഡെബിറ്റ് ആയിരിക്കും. അസറ്റ് കൂടുകയാണെങ്കിൽ അത് ഡെബിറ്റ് ആയിരിക്കും. ഇനി അസറ്റ് കുറയുകയാണെങ്കിൽ, അസറ്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് ക്രെഡിറ്റ് ആയിരിക്കും.
തന്നിരിക്കുന്ന ട്രാൻസാക്ഷനിൽ അസറ്റ് ഉണ്ട് നോക്കുക. അസറ്റ് കൂടുകയാണെങ്കിൽ ഡെബിറ്റ് ആയിരിക്കും, അസറ്റ് കുറയുകയാണെങ്കിൽ ക്രെഡിറ്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കുക. പർച്ചേസ് ഫർണിച്ചർ ഫോർ ക്യാഷ്. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് പർച്ചേസ് ഫർണിച്ചർ ഫോർ ക്യാഷ്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ആദ്യം ഏതൊക്കെ അക്കൗണ്ട് ഉണ്ട് നോക്കുക. ഇവിടെ ഏതൊക്കെ അക്കൗണ്ടാണ് ഉള്ളത്? ഒന്ന് ഫർണിച്ചറാണ്, മറ്റൊന്ന് ക്യാഷാണ് അല്ലേ. അത് രണ്ടും നമ്മൾ എഴുതാം. ഒന്ന് ഫർണിച്ചറാണ്, മറ്റൊന്ന് ക്യാഷാണ്. ഒന്ന് ഫർണിച്ചർ, മറ്റൊന്ന് ക്യാഷ്. ഇനി നോക്കുക, നമ്മൾ ഇത് രണ്ടും ഏത് ഗ്രൂപ്പിൽ വരും? നമുക്കിവിടെ തന്നിരിക്കുന്നതിൽ ഏത് ഗ്രൂപ്പിലാണ് വരിക? ഫർണിച്ചർ എന്ന് പറയുന്നത് അസറ്റാണ്. ഫർണിച്ചർ എന്ന് പറയുന്നത് അസറ്റാണ്. ക്യാഷ് എന്ന് പറയുന്നതും അസറ്റാണ്. ഫർണിച്ചർ എന്ന് പറയുന്നത് അസറ്റാണ്, ക്യാഷ് എന്ന് പറയുന്നതും അസറ്റാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് പ്രകാരം ഈ ഫർണിച്ചർ എന്ന് പറയുന്നത് ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൂടുകയാണോ കുറയുകയാണോ എന്ന് നോക്കുക. ഓക്കെ, അതായത് ഫർണിച്ചർ വാങ്ങുന്ന സമയത്ത് ഫർണിച്ചർ അസറ്റാണ് നമ്മൾ പറഞ്ഞു. ഫർണിച്ചർ വാങ്ങുന്ന സമയത്ത് ബിസിനസ്സിൽ എന്ത് ചെയ്യും? അസറ്റ് കൂടും, അതായത് ഫർണിച്ചർ കൂടും. നമ്മൾ ബിസിനസ്സിലേക്ക് ഫർണിച്ചർ വാങ്ങുന്ന സമയത്ത് ബിസിനസ്സിൽ എന്ത് ചെയ്യും? ഫർണിച്ചർ കൂടുകയാണ് ചെയ്യുക. ഫർണിച്ചർ ഇൻക്രീസ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് പ്രകാരം അസറ്റ് കൂടുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഡെബിറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഫർണിച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഡെബിറ്റ് ആണ്. ഫർണിച്ചർ എന്ന് പറയുന്നത് ഡെബിറ്റ് ആണ്. നെക്സ്റ്റ് അടുത്ത ക്യാഷ്. ക്യാഷ് അസറ്റാണ്. ഫർണിച്ചർ വാങ്ങുന്ന സമയത്ത് ക്യാഷ് കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക? നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവല്ലേ ചെയ്യുക. അപ്പോൾ ക്യാഷ് കുറയും, ക്യാഷ് ഡിക്രീസ് ചെയ്യും അല്ലേ. അപ്പോൾ അസറ്റ് കുറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് പ്രകാരം അസറ്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ, അസറ്റ് കുറയുകയാണെങ്കിൽ അതെന്തായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ക്യാഷ് എന്താണ്? ക്രെഡിറ്റ് ആണ്. ക്യാഷ് ക്രെഡിറ്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കൊരു ട്രാൻസാക്ഷൻസ് കിട്ടി. പർച്ചേസ് ഫർണിച്ചർ ഫോർ ക്യാഷ് എന്ന് പറയുന്ന സമയത്ത് അവിടെ രണ്ട് അക്കൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു നമ്മൾ, ഫർണിച്ചറും ക്യാഷും അല്ലേ. ഫർണിച്ചറും അസറ്റാണ്, ക്യാഷും അസറ്റാണ്. അപ്പോൾ അസറ്റിൻ്റെ റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് പ്രകാരം അസറ്റ് കൂടുകയാണെങ്കിൽ അത് ഡെബിറ്റ് ആണ്, അസറ്റ് കുറയുകയാണെങ്കിൽ ക്രെഡിറ്റ് ആണ് അല്ലേ. ഇവിടെ ഫർണിച്ചർ അസറ്റാണ്. ഫർണിച്ചർ വാങ്ങുന്ന സമയത്ത് അസറ്റ് കൂടും, കൂടുന്ന സമയത്ത് ഡെബിറ്റ് ആണ്. ക്യാഷ് അസറ്റാണ്. ഫർണിച്ചർ വാങ്ങുന്ന സമയത്ത് ക്യാഷ് പോകുന്നു, ക്യാഷ് കുറയുന്നു, അപ്പോൾ ക്യാഷ് ക്രെഡിറ്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഡെബിറ്റും ക്രെഡിറ്റും ഏതാണ്? ഫർണിച്ചർ ഡെബിറ്റ് ആണ്, ക്യാഷ് ക്രെഡിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. നെക്സ്റ്റ് അടുത്ത നോക്കാം നമുക്ക്. അടുത്ത ലാബിലിറ്റിയുടെ കേസ്. ലാബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ബാധ്യതയാണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് ലാബിലിറ്റി ഉണ്ടോ നോക്കുക. തന്നിരിക്കുന്ന ട്രാൻസാക്ഷനിൽ ലാബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുക. ലാബിലിറ്റി കൂടുകയാണോ കുറയുകയാണോ എന്ന് നോക്കുക. ട്രാൻസാക്ഷൻസ് പ്രകാരം ലാബിലിറ്റി കൂടുകയാണോ കുറയുകയാണോ എന്ന് നോക്കുക. ഓക്കെ, ലാബിലിറ്റി കുറയുകയാണെങ്കിൽ, തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് പ്രകാരം ലാബിലിറ്റി കുറയുകയാണെങ്കിൽ അത് ഡെബിറ്റ് ആയിരിക്കും. ലാബിലിറ്റി കൂടുകയാണെങ്കിൽ അത് ക്രെഡിറ്റ് ആയിരിക്കും. ലാബിലിറ്റി കുറയുകയാണെങ്കിൽ ഡെബിറ്റ് ആയിരിക്കും, ലാബിലിറ്റി കൂടുകയാണെങ്കിൽ ക്രെഡിറ്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നോക്കുക. ടുക്ക് എ ബാങ്ക് ലോൺ റുപ്പീസ് 50,000. 50,000 രൂപ ബാങ്ക് ലോൺ എടുക്കുന്നു. അപ്പോൾ ഇവിടെ ഏതൊക്കെ അക്കൗണ്ട് വരും? ഒന്ന് ബാങ്ക് ലോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് ക്യാഷാണ് കിട്ടുക. ഒന്ന് ക്യാഷ്, മറ്റൊന്ന് ബാങ്ക് ലോണാണ്. ഒന്ന് ക്യാഷാണ്, മറ്റൊന്ന് ബാങ്ക് ലോണാണ് അല്ലേ. ബാങ്ക് ലോൺ എടുക്കുക എന്ന് പറയുന്ന സമയത്ത് രണ്ട് ഭാഗമല്ലേ അതിന് വരിക. ഒന്ന് ക്യാഷ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ, ക്യാഷാണ്, മറ്റൊന്ന് ബാങ്ക് ലോണാണ്. ഓക്കെ, ഇനി ഇത് രണ്ടും ഏത് ഗ്രൂപ്പിൽ വരും നോക്കുക. ക്യാഷ് അസറ്റാണ്. ബാങ്ക് ലോൺ ഏത് ഗ്രൂപ്പിലാണ് വരിക? ബാങ്ക് ലോൺ എടുക്കുക എന്ന് പറയുന്നത് ലാബിലിറ്റിയാണ്. ഓക്കെ, ക്യാഷ് അസറ്റാണ്, ബാങ്ക് ലോൺ ലാബിലിറ്റിയാണ്. ഇനി ഈ ട്രാൻസാക്ഷൻസ് പ്രകാരം ക്യാഷ് കൂടുകയാണോ കുറയുകയാണോ ചെയ്യാം? ലോൺ എടുക്കുന്നതാണെങ്കിലും ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നല്ലേ ചെയ്യാം. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന ബിസിനസ്സിൽ എന്ത് ചെയ്യും? കൂടും. ബിസിനസ്സിൽ ക്യാഷ് കൂടും അല്ലേ. ലോൺ എടുക്കുന്നതാണെങ്കിലും ബിസിനസ്സിലേക്ക് ക്യാഷ് വരികയല്ലേ ചെയ്യുക. അപ്പോൾ ക്യാഷ് കൂടും. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്യാഷ് അസറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്? ഡെബിറ്റ് ആണ്. തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് പ്രകാരം അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിയമം പറഞ്ഞിട്ടുണ്ട്, ഡെബിറ്റ് ആണ്.
ഓക്കെ. ഇനി ബാങ്ക് ലോൺ ലയബിലിറ്റി ആണ്. ബാങ്ക് ലോൺ ലയബിലിറ്റി ആണ്. ബാങ്ക് ലോൺ എടുക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ലയബിലിറ്റി കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക? ബാങ്ക് ലോൺ എടുക്കുന്ന സമയത്ത് നമ്മുടെ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ലയബിലിറ്റി കൂടും അല്ലേ? ലയബിലിറ്റി കൂടുന്ന സമയത്ത് നിയമം എന്താ? നമ്മൾ പറഞ്ഞു ലയബിലിറ്റി കൂടുന്ന സമയത്ത് ക്രെഡിറ്റ് ആണ് അല്ലേ? ലയബിലിറ്റി കൂടുന്ന സമയത്ത് ക്രെഡിറ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ലയബിലിറ്റി കൂടുന്ന സമയത്ത് ക്രെഡിറ്റ്. ലയബിലിറ്റി കൂടുന്ന സമയത്ത് ക്രെഡിറ്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ 2K ബാങ്ക് ലോൺ എന്ന് പറയുന്ന സമയത്ത് അവിടെ 2 അക്കൗണ്ട് ക്യാഷും ബാങ്ക് ലോണും ആണ്. ഏത് ഡെബിറ്റ് ഏത് ക്രെഡിറ്റ്? ക്യാഷ് ഡെബിറ്റ് ആണ്, കാരണം ക്യാഷ് കൂടും. ബാങ്ക് ലോണ് ക്രെഡിറ്റ് ആണ്, കാരണം ബാങ്ക് ലോൺ ലയബിലിറ്റി ആണ്. ലയബിലിറ്റി കൂടുമ്പോൾ എന്താണ്? ക്രെഡിറ്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ 2K ബാങ്ക് ലോൺ എന്ന് പറയുന്ന സമയത്ത് ക്യാഷ് ഡെബിറ്റ്, ബാങ്ക് ലോൺ ക്രെഡിറ്റ്. ഓക്കെ ആണല്ലോ. ഓക്കെ. നെക്സ്റ്റ് അടുത്ത റൂൾ നോക്കുക. ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് തുടങ്ങുന്ന വ്യക്തി ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന പണത്തെയോ പണത്തിന്റെ മൂല്യമുള്ള വസ്തുക്കളെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ബിസിനസ്സിനെ സംബന്ധിച്ച് ഓണേഴ്സിനോടുള്ള ലയബിലിറ്റിയാണ് അല്ലെ? പുറത്തുള്ളവരോടുള്ള ലയബിലിറ്റി അല്ല, ഓണേഴ്സിനോടുള്ള ലയബിലിറ്റിയാണ് ഇത് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ബിസിനസ്സിന് ഓണേഴ്സിനോടുള്ള ലയബിലിറ്റിയാണ്. അപ്പോൾ ക്യാപിറ്റലിന്റെ കേസിലും റൂൾ അങ്ങനെ തന്നെയാണ് വരിക. ലയബിലിറ്റിയുടെ സെയിം റൂൾ തന്നെയാണ് വരിക. ക്യാപിറ്റലിന്റെ കേസിലും ലയബിലിറ്റിയുടെ സെയിം റൂൾ തന്നെയാണ് വരിക. നമുക്ക് തന്നിരിക്കുന്ന ട്രാൻസാക്ഷനിൽ ക്യാപിറ്റൽ ഉണ്ടോ നോക്കുക. ക്യാപിറ്റൽ കുറയുകയാണെങ്കിൽ തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് പ്രകാരം ക്യാപിറ്റൽ കുറയുകയാണെങ്കിൽ അത് ഡെബിറ്റ് ആയിരിക്കും. ക്യാപിറ്റൽ കൂടുകയാണെങ്കിൽ അത് ക്രെഡിറ്റ് ആയിരിക്കും. ലയബിലിറ്റിയുടെ അതേ റൂൾ തന്നെയാണ് വരുന്നത്. ക്യാപിറ്റൽ കുറയുകയാണെങ്കിൽ ഡെബിറ്റ് ആയിരിക്കും, ക്യാപിറ്റൽ കൂടുകയാണെങ്കിൽ ക്രെഡിറ്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഒരു എക്സാമ്പിൾ നോക്കാം. നോക്കുക. സ്റ്റാർട്ട് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ₹1 lakh. 1 ലക്ഷം രൂപ വെച്ചിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ ഏതൊക്കെ അക്കൗണ്ട് വരും? സ്റ്റാർട്ട് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ. ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും അവിടെ 2 അക്കൗണ്ടാണ്. ക്യാഷ് വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 2 അക്കൗണ്ടാണ് വരിക. ഒന്ന് ക്യാഷാണ്, മറ്റൊന്ന് ക്യാപിറ്റലാണ്. ഓക്കെ. ക്യാപിറ്റലായിട്ട് ഇവിടെ ക്യാഷല്ലേ കൊണ്ടുവരുന്നത്. അപ്പോൾ 2 അക്കൗണ്ടാണ് വരിക. ഒന്ന് ക്യാഷാണ്, മറ്റൊന്ന് ക്യാപിറ്റലാണ്. ക്യാഷ് ഏത് ഗ്രൂപ്പിലാണ് വരിക? ക്യാഷ് അസറ്റാണ്. നമ്മൾ പറഞ്ഞിട്ടില്ലേ ക്യാഷ് അസറ്റാണ്. ക്യാപിറ്റൽ ഏത് ഗ്രൂപ്പിൽ വരും? ക്യാപിറ്റലിന് സെപ്പറേറ്റ് ഗ്രൂപ്പ് നമ്മളിവിടെ പറയുന്നുണ്ട്. ഏതാണ്? ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ക്യാപിറ്റൽ ഏത് ഗ്രൂപ്പിലാണ് വരിക? ക്യാപിറ്റലിൽ തന്നെ വരും. ക്യാപിറ്റലിൽ തന്നെ വരും. ഓക്കെ. ഇനി ശ്രദ്ധിക്കുക. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ക്യാഷ് കൂടുകയാണോ കുറയുകയോ ചെയ്യുക? ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ടുവരുന്ന സമയത്ത് ക്യാഷ് എന്ത് ചെയ്യും? ക്യാഷ് കൂടുകയാണ് ചെയ്യുക. ക്യാഷ് കൂടും, ക്യാഷ് ഇൻക്രീസ് ചെയ്യും. ക്യാഷ് ഇൻക്രീസ് ചെയ്യും അല്ലേ? അപ്പം നമ്മൾ റൂള് പറഞ്ഞിട്ടുണ്ട്. ക്യാഷ് അസറ്റാണ്. ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, അസറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താണ് അത്? ഡെബിറ്റ് ആണ് എന്ന് പറഞ്ഞു അല്ലേ? നമ്മളൊരു ടേബിൾ നോക്കിയാൽ മതി. റൂള് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇനി ക്യാപിറ്റൽ ഏത് ഗ്രൂപ്പിലാണ് വരിക? ക്യാപിറ്റലിൽ തന്നെയാണ് വരിക. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് ക്യാപിറ്റൽ കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക? ക്യാപിറ്റൽ കൂടും അല്ലേ? ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ക്യാപിറ്റൽ എന്ത് ചെയ്യുക? കൂടുകയാണ് ചെയ്യുക അല്ലേ? അപ്പോൾ ക്യാപിറ്റൽ കൂടുന്ന സമയത്ത് റൂൾ എന്താ നമ്മൾ പറഞ്ഞ? ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് ആണ് അല്ലേ? ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ്. അപ്പോൾ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് ആണ്. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് അടുത്ത റൂൾ നോക്കുക. അടുത്ത എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ചിലവാണ് അല്ലേ? എക്സ്പെൻസിൻ്റെ കേസ് റൂൾ എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ട്രാൻസാക്ഷനിൽ എക്സ്പെൻസ് ഉണ്ടോ എന്ന് നോക്കുക. ആ ട്രാൻസാക്ഷൻസ് പ്രകാരം എക്സ്പെൻസ് കൂടുകയാണോ കുറയുകയാണോ എന്ന് നോക്കുക. എക്സ്പെൻസ് കൂടുകയാണെങ്കിൽ ഡെബിറ്റ് ആയിരിക്കും. എക്സ്പെൻസ് കുറയുകയാണെങ്കിൽ ക്രെഡിറ്റ് ആയിരിക്കും. ഓക്കെ. എക്സ്പെൻസ് കൂടുകയാണെങ്കിൽ ഡെബിറ്റ്, എക്സ്പെൻസ് കുറയുകയാണെങ്കിൽ ക്രെഡിറ്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഒരു എക്സാമ്പിൾ നോക്കുക. പെയ്ഡ് സാലറി ₹5,000. ഇവിടെ ഏതൊക്കെ അക്കൗണ്ട് വരും? സാലറി കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് അവിടെ 2 അക്കൗണ്ടാണ് ഉണ്ടാവുക. ഏതൊക്കെയാണ്? ഒന്ന് സാലറിയും മറ്റൊന്ന് ക്യാഷും. ക്യാഷ് ആയിട്ടല്ലേ സാലറി കൊടുക്കുക. അപ്പോൾ സാലറിയും ക്യാഷും. ഇനി നോക്കുക. സാലറി ഏത് ഗ്രൂപ്പിലാണ് വരിക? നമ്മളിവിടെ തന്നിരിക്കുന്നതിൽ സാലറി എക്സ്പെൻസ് ആണ്. ക്യാഷ് ഏത് ഗ്രൂപ്പിലാണ് വരിക? ക്യാഷ് അസറ്റ് ആണ്. ഓക്കെ. ഇനി നോക്കുക.
ആ തന്നിരിക്കുന്ന സാലറി കൊടുക്കാന്നല്ലേ പറയുന്നത്, പെയ്ഡ് സാലറിയാണ്. അപ്പോൾ സാലറി എക്സ്പെൻസ് ആണ്. സാലറി കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് സ്ഥാപനത്തിന്റെ എക്സ്പെൻസ് കൂടുകയാണ് കുറയുകയാണ് ചെയ്യാം. നമ്മളൊരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന സമയത്ത് നമ്മൾ സ്റ്റാഫിന് സാലറി കൊടുക്കാനുണ്ടാവും എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ എക്സ്പെൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട് അല്ലെ. സാലറി കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് എക്സ്പെൻസ് കൂടുകയാണ്. അപ്പൊ സാലറി എക്സ്പെൻസ്, സാലറി കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യും, എക്സ്പെൻസ് കൂടും, എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യും അല്ലേ. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റൂൾ എന്താ പറഞ്ഞേ, എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പം ഡെബിറ്റ് ആണ് അല്ലേ. എക്സ്പെൻസ് കൂടുകയാണെങ്കിൽ അതെന്താണ്, ഡെബിറ്റ് ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, എക്സ്പെൻസ് കൂടുന്ന സമയത്ത് ഡെബിറ്റ് ആണ്. ഇനി ക്യാഷ് അസറ്റ്, സാലറി കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യും, ക്യാഷ് പോവല്ലേ ചെയ്യുക. അപ്പോൾ ക്യാഷ് കുറയും, ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് അസറ്റ് കുറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ക്രെഡിറ്റ് ആണ്. ടേബിൾ നോക്കുക, ക്രെഡിറ്റ് ആണ്. ഓക്കെ അല്ലേ. അപ്പൊ പെയ്ഡ് സാലറി എന്ന് പറയുന്ന സമയത്ത് അവിടെ രണ്ട് അക്കൗണ്ട്, ഒന്ന് സാലറിയും മറ്റൊന്ന് ക്യാഷും. സാലറി ഡെബിറ്റ് ആണ്, ക്യാഷ് ക്രെഡിറ്റ് ആണ്. കാരണം സാലറി എക്സ്പെൻസ് ആണ്, കൂടുമ്പോൾ ഡെബിറ്റ് ആണ്. ക്യാഷ് അസറ്റ് ആണ്, കുറയുന്നത് കൊണ്ട് ക്രെഡിറ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ പെയ്ഡ് സാലറി എന്ന് പറയുന്ന സമയത്ത് സാലറി ഡെബിറ്റ്, ക്യാഷ് ക്രെഡിറ്റ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് അടുത്തത് നോക്കുക, ഇൻകം. ഇൻകം വരുമാനം അല്ലേ. വരുമാനത്തിന്റെ റൂൾ എന്താണ്, എക്സ്പെൻസിന്റെ നേരെ ഓപ്പോസിറ്റ് റൂൾ ആയിരിക്കും. അതായത് തന്നിരിക്കുന്ന ട്രാൻസാക്ഷനിൽ ഇൻകം ഉണ്ടെന്ന് നോക്കുക. ഇൻകം കൂടുകയാണോ കുറയുകയാണോ എന്ന് നോക്കുക. ഇൻകം കുറയുകയാണെങ്കിൽ, ഇൻകം ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് ഡെബിറ്റ് ആയിരിക്കും. ഇൻകം ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡെബിറ്റ് ആയിരിക്കും. ഇനി ഇൻകം കൂടുകയാണെങ്കിൽ, ഇൻകം കൂടുകയാണെങ്കിൽ ക്രെഡിറ്റ് ആയിരിക്കും. ഓക്കെ, ഇൻകം കൂടുകയാണെങ്കിൽ ക്രെഡിറ്റ് ആയിരിക്കും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കുക. എക്സാമ്പിൾ പറഞ്ഞു നമ്മൾ എന്താണ്, റെന്റ് റിസീവ്ഡ്. റെന്റ് റിസീവ്ഡ്, റെന്റ് റിസീവ്ഡ് റുപ്പീസ് 3000. റെന്റ് റിസീവ്ഡ് റുപ്പീസ് 3000 പറഞ്ഞു. റെന്റ് റിസീവ്ഡ് റുപ്പീസ് 3000 എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഏതൊക്കെ അക്കൗണ്ട് വരും, റെന്റ് കിട്ടുന്നല്ലേ. അപ്പോൾ ഏതൊക്കെ അക്കൗണ്ട് വരും, ഒന്ന് ക്യാഷ് ആണ്, മറ്റൊന്ന് റെന്റ് ആണ്. ഒന്ന് ക്യാഷ്, മറ്റൊന്ന് റെന്റ്. രണ്ട് അക്കൗണ്ടല്ലേ വരിക, ക്യാഷും വരും റെന്റും അല്ലേ. ക്യാഷ് ഏത് ഗ്രൂപ്പിലാണ് വരിക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ക്യാഷ് അസറ്റ് ആണ്, ക്യാഷ് അസറ്റ് ആണ്. റെന്റ് എന്തിലാണ് വരിക, റെന്റ് റിസീവ്ഡ് ആണ് അല്ലെ. റെന്റ് പെയ്ഡ് അല്ല, റെന്റ് റിസീവ്ഡ് ആണ്. അപ്പോൾ ഇൻകത്തിൽ വരും, റെന്റ് കിട്ടുന്നതാണ്, അപ്പോൾ ഇൻകം. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നോക്കുക ഈ ട്രാൻസാക്ഷൻസ്. റെന്റ് കിട്ടുക എന്ന് പറയുന്ന സമയത്ത് ക്യാഷ് കൂടുകയാണോ കുറയുകയാണോ ചെയ്യാം, ക്യാഷ് എന്ത് ചെയ്യും, കൂടും അല്ലേ. റെന്റ് കിട്ടുന്ന സമയത്ത് ക്യാഷ് കൂടും, ക്യാഷ് ഇൻക്രീസ് ചെയ്യും. ക്യാഷ് അസറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അസറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് ആണ്. റൂള് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടേബിൾ നോക്കുക. ഓക്കെ, റെന്റ് ഇൻകം ആണ്, റെന്റ് ഇൻകം ആണ്. റെന്റ് കിട്ടുന്ന സമയത്ത് നമ്മുടെ ഇൻകം കൂടുകയാണോ കുറയുകയാണോ ചെയ്യാം, ഇൻകം കൂടൂലേ, ഇൻകം വർദ്ധിക്കും, ഇൻകം കൂടും അല്ലേ. ഇൻകം ഇൻക്രീസ് ചെയ്യും. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ റൂൾ എന്തായിരുന്നു, ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് ആണ് അല്ലേ. ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് ആണ് അല്ലേ. ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് ആണ്. ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് ആണ്. ഓക്കെ, ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ്. അപ്പോൾ റെന്റ് റിസീവ്ഡ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ക്യാഷും വരും റെന്റും വരും. ക്യാഷ് ഡെബിറ്റ്, റെന്റ് ക്രെഡിറ്റ് ആണ്. ഓക്കെ ആണല്ലോ. ടേബിൾ നന്നായിട്ട് നോക്കിയിട്ട് പഠിക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക, റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നമ്മൾ പറഞ്ഞു. നമുക്ക് തന്നിരിക്കുന്ന ട്രാൻസാക്ഷനിൽ ഈ പറഞ്ഞിരിക്കുന്ന 5 ഐറ്റം ഉൾപ്പെട്ട ട്രാൻസാക്ഷൻ ആയിരിക്കും. ഓക്കെ, ഏതൊരു ട്രാൻസാക്ഷനിലും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള റൂളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, എക്സ്പെൻസ്, ഇൻകം. ഈ രീതി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഡെബിറ്റും ക്രെഡിറ്റും മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് അഡീഷണൽ ആയിട്ട് ഒരു 2-3 ചോദ്യം കൂടെ നമുക്ക് നോക്കാം, അതിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും കൂടെ. ഓക്കെ, പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഏതൊക്കെ അക്കൗണ്ടാണ് വരിക, പർച്ചേസ് മറന്നു പോകാൻ പാടില്ലേ, നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു കാര്യമാണ്. പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്, ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവിടെ 2 അക്കൗണ്ടാണ് വരിക, ഗുഡ്സ് ഒന്നും വരില്ല. നമുക്കറിയാം അല്ലേ, പർച്ചേസ് ഗുഡ്സ് വാങ്ങുന്ന സമയത്ത് അവിടെ 2 അക്കൗണ്ടാണ് വരിക. ഒന്ന് പർച്ചേസ് ആണ്, ഗുഡ്സ് വാങ്ങുന്ന സമയത്ത് ഓർമ്മിക്കണേ, ഗുഡ്സ് എന്ന് വെച്ചാൽ ഒരു സ്ഥാപനത്തിൽ വിൽക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പം ഗുഡ്സ് വാങ്ങുന്ന സമയത്ത് ഒരു അക്കൗണ്ട് എപ്പോഴും പർച്ചേസ് ആയിരിക്കും. ഓക്കെ, ക്യാഷ് ആണെങ്കിൽ ക്യാഷ്, കടമാണെങ്കിൽ ആളെ പേര് വരും.
ഓക്കെ ആണല്ലോ. അപ്പോൾ പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് റുപ്പീസ് 10,000 എന്ന് പറയുന്നത് അവിടെ ക്യാഷ് ആണ് അല്ലേ. അപ്പോൾ ഒന്ന് പർച്ചേസും മറ്റൊന്ന് ക്യാഷും ആണ്. ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് പർച്ചേസ് മറ്റൊന്ന് ക്യാഷ് ആണ്. ഓക്കെ, ഇനി ഇത് ഏത് ഗ്രൂപ്പിൽ വരും നോക്കുക. പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്ന പരിപാടിയാണ് അല്ലേ. അപ്പോൾ പർച്ചേസ് എന്ന് പറയുന്ന സമയത്ത് അതെന്താണ്? എക്സ്പെൻസ് ആണ്. പർച്ചേസ് എന്ന് പറയുന്നത് എക്സ്പെൻസിൽ വരും. ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് ആണ്. പർച്ചേസ് ചെയ്യുക ഓർമ്മിച്ചാൽ മതി. പർച്ചേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതല്ലേ ക്യാഷ്. അപ്പോൾ പർച്ചേസ് എക്സ്പെൻസ് ആണ്, ക്യാഷ് അസറ്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ എക്സ്പെൻസ് കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക? പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എക്സ്പെൻസ് കൂടും, എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യും അല്ലേ. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റൂള് പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് ആണ് അല്ലേ. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് ആണ്. ഇനി ക്യാഷ് അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവല്ലേ ചെയ്യുക. ക്യാഷ് അസറ്റ് കുറയും അല്ലേ. ക്യാഷ് അസറ്റ് ഡിക്രീസ് ചെയ്യും. ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് അസറ്റ് കുറയുന്ന സമയത്ത് ക്രെഡിറ്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുന്ന സമയത്ത് അവിടെ പർച്ചേസും ക്യാഷും വരും. പർച്ചേസ് ഡെബിറ്റ്, ക്യാഷ് ക്രെഡിറ്റ്. ഓക്കെ ആണല്ലോ, മനസ്സിലാക്കിക്കൊള്ളണേ. നെക്സ്റ്റ് അടുത്തത് എന്ന് പറയുന്നത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുന്ന സമയത്ത് ഗുഡ്സ് വിൽക്കുന്നു ക്യാഷിന് അല്ലേ. അപ്പോൾ ഏതൊക്കെ അക്കൗണ്ട് വരും? ക്യാഷ് നമുക്ക് കിട്ടും ഗുഡ്സ് വിൽക്കുന്ന സമയത്ത്. അപ്പോൾ ഒന്ന് ക്യാഷ് ആണ്, മറ്റൊന്ന് എന്താണ്? ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് എപ്പോഴും എന്താ വരിക? ഒരേ അക്കൗണ്ട്. ഒന്ന് സെയിൽസ് ആണ്. ഓക്കെ, ഗുഡ്സ് വാങ്ങുന്ന സമയത്ത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പർച്ചേസ് ആണ്, മറ്റൊന്ന് ക്യാഷ് ആണെങ്കിൽ ക്യാഷ്, കടമാണെങ്കിൽ ആളെ പേര് വരും. ഇനി ഗുഡ്സ് വിൽക്കുന്നത് സെയിൽസ്, ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് സെയിൽസ് ആണ്, ക്യാഷിനാണെങ്കിൽ ക്യാഷ് വരും, കടമായിട്ടാണെങ്കിൽ ആളെ പേര് വരും. പക്ഷെ ഒരേ കൊണ്ട് എന്താണ്? സെയിൽസ് ആണ്. അപ്പോൾ ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് സെയിൽസ് ക്യാഷിനായതുകൊണ്ട് ക്യാഷ് വന്നു. ഓക്കെ, അപ്പോൾ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുന്ന സമയത്ത് ക്യാഷ്, മറ്റൊന്ന് സെയിൽസ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഇത് ഏത് ഗ്രൂപ്പിൽ വരും? ക്യാഷ് നമ്മൾ പറഞ്ഞു അസറ്റ് ആണ്. ക്യാഷ് അസറ്റ് ആണ്. സെയിൽസ് ഏത് ഗ്രൂപ്പിലാണ് വരിക? സെയിൽസിലൂടെ നമുക്ക് പൈസ കിട്ടുകയല്ലേ ചെയ്യുക. അപ്പോൾ സെയിൽസ് ഇൻകാണ് അല്ലേ. പർച്ചേസ് എക്സ്പെൻസ് ആണ്, സെയിൽസ് ഇൻകാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ക്യാഷ് അസറ്റ് കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക? ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് ക്യാഷ് നമുക്ക് കിട്ടുകയാണ് ചെയ്യുക അല്ലേ. ക്യാഷ് അസറ്റ് ഇൻക്രീസ് ചെയ്യും അല്ലേ. അസറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് ആണ്. റൂള് പഠിച്ചിട്ടുണ്ട്, ടേബിൾ നോക്കുക. അസറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് ആണ്. സെയിൽസ് ഇൻകം, സെയിൽസ് ഇൻകാണ് അല്ലേ. സെയിൽസ് സാധനം വിൽക്കുന്ന സമയത്ത്, ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് നമ്മൾ ഇൻകം കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക? ഇൻകം ഇൻക്രീസ് ചെയ്യും അല്ലേ. ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് റൂൾ എന്താ? ടേബിൾ നോക്കുക. ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് ആണ്. ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒന്ന് ക്യാഷ്, മറ്റൊന്ന് സെയിൽസ് ആണ്. ക്യാഷ് ഡെബിറ്റ്, സെയിൽസ് ക്രെഡിറ്റ്. ഓക്കെ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് മറ്റൊന്ന് നോക്കുക. പർച്ചേസ് ഗുഡ്സ് ഫ്രം മനു റുപ്പീസ് 10,000. പർച്ചേസ് ഗുഡ്സ് ഫ്രം മനു റുപ്പീസ് 10,000. അതായത് ഗുഡ്സ് വാങ്ങുന്നു. നേരത്തെ ക്യാഷിനായിരുന്നു, പക്ഷേ ഇവിടെ മനുവിൻ്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ട്രാൻസാക്ഷൻ ക്യാഷ് ആണോ ക്രെഡിറ്റ് ആണോ എന്നെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? പർച്ചേസ് ആയാലും സെയിൽസ് ആയാലും അതിൽ പാർട്ടിയുടെ പേര് പറയുകയും ക്യാഷ് എന്ന വാക്ക്, എമൗണ്ട് അല്ലേ, ക്യാഷ് എന്ന വാക്ക് പറയാതിരിക്കുകയും ചെയ്താൽ അത് ക്രെഡിറ്റ് ആയിരിക്കും. അതായത് ഒരു ട്രാൻസാക്ഷനിൽ പാർട്ടിയുടെ അല്ലെങ്കിൽ ആളിൻ്റെ പേര് പറയുകയും ക്യാഷ് എന്ന വാക്ക് പറയാതിരിക്കുകയും ചെയ്താൽ അതെന്തായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും. ഇവിടെ മനുവിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, ക്യാഷ് എന്ന വാക്ക് പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ ഇതെന്താണ്? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ പർച്ചേസ് ഗുഡ്സ് ഫ്രം മനു, മനുവിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങുന്നു 10,000 രൂപയ്ക്ക് കടമായിട്ടാണ്. അപ്പോൾ ഗുഡ്സ് വാങ്ങുന്ന സമയത്ത് എപ്പോഴും ഒരേ അക്കൗണ്ട് എന്താണ്? പർച്ചേസ് ആണ്. മറ്റൊന്ന് രണ്ടാമത്തത് എന്താ? ക്യാഷ് ആണെങ്കിൽ ക്യാഷ്, കടമാണെങ്കിൽ ആളെ പേര് വരും. അപ്പോൾ ഇത് കടാണ്, അവിടെ എന്ത് വരും? മനുവിൻ്റെ പേര് വന്നു. ഓക്കെ ആണല്ലോ, മനുവിൻ്റെ പേര് വന്നു. അപ്പോൾ പർച്ചേസ് ഗുഡ്സ് ഫ്രം മനു എന്ന് പറയുന്ന സമയത്ത് പർച്ചേസും വരും, മനുവും വരും. ഓക്കെ ആണല്ലോ, പർച്ചേസും വരും, മനുവും വരും. ഇനി ഏതൊക്കെ? പർച്ചേസ് ഏത് ഗ്രൂപ്പിൽ വരും? നമ്മൾ പറഞ്ഞു എക്സ്പെൻസ് ആണ്. പർച്ചേസ് എക്സ്പെൻസ് ആണ് അല്ലേ. പർച്ചേസ് എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മനു ഏത് ഗ്രൂപ്പിൽ വരും? മനു ഏത് ഗ്രൂപ്പിലാണ് വരിക? പർച്ചേസ് ഗുഡ്സ് ഫ്രം മനു എന്ന് പറയുന്ന സമയത്ത് മനുവിൻ്റെ കയ്യിൽ നിന്ന് കടമായിട്ട് വാങ്ങുന്നതാണ്. അപ്പം ബിസിനസ് മനുവിന് പൈസ കൊടുക്കേണ്ടി വരും അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗുഡ്സ് കടമായിട്ട് വാങ്ങുന്ന സമയത്ത് ബിസിനസ് പൈസ കൊടുക്കാനുള്ളവരെയാണ് നമ്മൾ എന്ത് പറയുക?
ക്രെഡിറ്റേഴ്സ് എന്ന് പറയും അല്ലേ. ബിസിനസ് പൈസ കൊടുക്കാനുള്ള ക്രെഡിറ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ മനുവിൻ്റെ കയ്യിൽ നിന്ന് കടമായിട്ട് വാങ്ങിയതുകൊണ്ട് മനുവിന് എന്ത് കൊടുക്കണം? പൈസ കൊടുക്കണം. അപ്പോൾ മനു ക്രെഡിറ്റർ ആണ്. ക്രെഡിറ്റർ എന്ന് പറയുന്നത് എന്താ? ലാബിലിറ്റി ആണ്. ക്രെഡിറ്റർ എന്ന് പറയുന്നത് അപ്പോൾ മനു ഇവിടെ ലാബിലിറ്റി ആണ്. മനുവിന് പൈസ കൊടുക്കണം അല്ലേ. അപ്പോൾ പർച്ചേസും മനുവും വരും. പർച്ചേസ് എക്സ്പെൻസ് ആണ്, മനു ലാബിലിറ്റി ആണ്, ക്രെഡിറ്റർ ആണ്. ഓക്കെ. ഇനി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എക്സ്പെൻസ് കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക? എക്സ്പെൻസ് കൂടും, ഇൻക്രീസ് ചെയ്യും അല്ലേ. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് റൂൾ എന്താണ്? ടേബിൾ നോക്കുക. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് ആണ്. ഇനി മനു ലാബിലിറ്റി. മനുവിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് കടമായിട്ട് വാങ്ങുന്ന സമയത്ത് നമ്മുടെ അതായത് ബിസിനസ്സിൻ്റെ ലാബിലിറ്റി കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക? ലാബിലിറ്റി കൂടും അല്ലേ. കടമായിട്ട് വാങ്ങുന്ന സമയത്ത് ലാബിലിറ്റി കൂടും. ലാബിലിറ്റി കൂടുന്ന സമയത്ത് റൂൾ എന്താണ്? ക്രെഡിറ്റ് ആണ്. ടേബിൾ നോക്കുക. ലാബിലിറ്റി കൂടുന്ന സമയത്ത് ക്രെഡിറ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ പർച്ചേസ് ഗുഡ്സ് മനു എന്ന് പറയുന്ന സമയത്ത് പർച്ചേസും വരും മനുവും വരും. പർച്ചേസ് ഡെബിറ്റ് ആണ്, മനു ക്രെഡിറ്റ് ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് സോൾഡ് ഗുഡ്സ് ടു വിനോദ്. സോൾഡ് ഗുഡ്സ് ടു വിനോദ് എന്ന് പറയുന്ന സമയത്ത് ക്യാഷ് ആണോ ക്രെഡിറ്റ് ആണോ? ക്രെഡിറ്റ് ആണ്. കാരണം എന്തുകൊണ്ടാണ്? വിനോദിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ക്യാഷ് എന്ന വാക്ക് പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ സോൾഡ് ഗുഡ്സ് ടു വിനോദ്. അപ്പോൾ ഏതൊക്കെ അക്കൗണ്ട് വരും? നേരത്തെ നമ്മൾ പറഞ്ഞു ക്യാഷിന് വിറ്റപ്പോൾ ക്യാഷ് സെയിൽസും ആണ്. ഇവിടെ കടമായിട്ടാണ്. അപ്പോൾ ക്യാഷിന് പകരം വിനോദ് വരും അല്ലേ. ഏതൊക്കെ അക്കൗണ്ടാണ് വരിക? ഒന്ന് വിനോദ്, മറ്റൊന്ന് സെയിൽസ്. ഗുഡ്സ് വെക്കുന്ന സമയത്ത് എപ്പോഴും ഒന്ന് സെയിൽസ് ആണ്. ക്യാഷ് ആണെങ്കിൽ ക്യാഷ്, കടമാണെങ്കിൽ ആളെ പേര് വരുന്നു പറഞ്ഞു. ഇവിടെ വിനോദിന് കടമായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഒന്ന് വിനോദും മറ്റൊന്ന് സെയിൽസും ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഏത് ഗ്രൂപ്പിൽ വരുന്നു നോക്കുക. ഏത് ഗ്രൂപ്പിൽ വരും? ഇവിടെ വിനോദ് ആരാണ്? സോൾഡ് ഗുഡ്സ് ടു വിനോദ്. വിനോദിന് കടമായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ബിസിനസ്സിന് പൈസ തരാനുള്ള ആളാണ് ആര്? വിനോദ് എന്ന് പറയുന്നത്. ബിസിനസ്സിന് പൈസ തരാനുള്ള ആളാണ് വിനോദ്. നമ്മൾ പറ്റുന്നുണ്ട് ഗുഡ്സ് വെക്കുന്ന സമയത്ത് ബിസിനസ്സിന് പൈസ തരാനുള്ളവരെയാണ് നമ്മൾ എന്ത് പറയുക? ഡെറ്റേഴ്സ് എന്ന് പറയും അല്ലേ. ഡെറ്റേഴ്സ് എന്ന് പറയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഡെറ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അസറ്റാണ്. ബിസിനസ്സിന് പൈസ തരാനുള്ളവരെയാണ് ഡെറ്റേഴ്സ് എന്ന് പറയുക. അത് അസറ്റാണ്. അപ്പം വിനോദ് എന്ന് പറയുന്നത് അസറ്റാണ്. സെയിൽസ് എന്ന് പറയുന്നത് ഇൻകമാണ്, വരുമാനമാണ് അല്ലേ. സെയിൽസ് എന്ന് പറയുന്നത് ഇൻകമാണ്. അപ്പോൾ വിനോദിന് ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് വിനോദ് പൈസ തരാനുള്ള ആളാണ്, അസറ്റാണ് അല്ലേ. അപ്പം വിനോദിന് ഗുഡ്സ് കടമായിട്ട് വിൽക്കുന്ന സമയത്ത് നമ്മുടെ അസറ്റ് എന്ത് ചെയ്യും? ഒരാൾ പൈസ തരാനുണ്ടാവുക എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ അസറ്റ് കൂടുകയാണ് അല്ലേ. അപ്പോൾ അസറ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും അല്ലേ. വിനോദ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യും. അതായത് ഡെറ്റേഴ്സ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യും. അസറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് റൂള് നമ്മൾ എന്താ പറഞ്ഞേ? ടേബിൾ നോക്കുക, ഡെബിറ്റ് ആണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് ആണ്. സെയിൽസ് ഇൻകം അല്ലേ. സെയിൽസ് ഗുഡ്സ് വെക്കുന്ന സമയത്ത് നമ്മുടെ ഇൻകം ഇൻക്രീസ് ചെയ്യും. സെയിൽസ് ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് റൂൾ എന്താ? ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ടേബിൾ നോക്കുക, ക്രെഡിറ്റ് ആണ്. ടേബിൾ നോക്കുക, ക്രെഡിറ്റ് ആണ്. അപ്പോൾ സോൾഡ് ഗുഡ്സ് ടു വിനോദ് എന്ന് പറയുന്ന സമയത്ത് അവിടെ വിനോദും വരും സെയിൽസും വരും. വിനോദ് ഡെബിറ്റ് ആണ്, സെയിൽസ് ക്രെഡിറ്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്തിട്ട് പഠിക്കുക. അതായത് എന്താ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ അതിൻ്റെ റൂളും കാര്യങ്ങളും ഒന്ന് നല്ലോണം ശ്രദ്ധിച്ചിട്ട് പഠിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് ഏത് രീതിയിലും അക്കൗണ്ടിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ, റെക്കോർഡിങ്ങും കാര്യവും ഏത് രീതിയിൽ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം റെക്കോർഡിങ്ങിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഡെബിറ്റും ക്രെഡിറ്റും ആണ്. ഡെബിറ്റും ക്രെഡിറ്റിൻ്റെ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്ത് വെക്കുക? റെക്കോർഡ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് ലെഡ്ജറും കാര്യങ്ങളൊക്കെ വരക്കുന്നതും ചെയ്യുന്നതൊക്കെ എളുപ്പമാവണമെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഡെബിറ്റും ക്രെഡിറ്റും മനസ്സിലാക്കണം. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് അഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഡെബിറ്റും ക്രെഡിറ്റും മനസ്സിലാക്കിയെടുക്കുക. ഒരു ട്രാൻസാക്ഷൻ കേട്ടാൽ സ്പോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഡെബിറ്റ് ചെയ്ത് ക്രെഡിറ്റ് ചെയ്തെന്ന് പറയാൻ പറ്റണം. ഓക്കെ ആണല്ലോ. അപ്പോൾ അതേ രീതിയിൽ മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക. ഓക്കെ. കൂടുതലായിട്ട് ഏതെങ്കിലും ട്രാൻസാക്ഷൻസിൻ്റെ ഡൗട്ടോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ അത് സ്പോട്ടിൽ തന്നെ ചോദിക്കുക. ഓക്കെ ആണല്ലോ. അപ്പം മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഓരോ ക്ലാസ്സും വരുന്ന സമയത്ത് കൃത്യമായിട്ട് പഠിച്ചെടുക്കുക. ഓക്കെ ആണല്ലോ. അപ്പം മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.